പ്രിലിംസിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ എനിക്ക് സ്കെച്ച് ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. റിസൾട്ട് എങ്ങനെ വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് തൊട്ട് തന്നെ ഭയങ്കര ഇന്ററാക്റ്റീവും ഫണ്ണും ആയിരുന്നു. ഹായ് ഓൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ കഴിഞ്ഞ NID എക്സാമിൽ 40th റാങ്ക് മേടിച്ച നിഹാലാണ്. ഹായ്, എൻ്റെ പേര് അബ്ദുൽ നിഹാൽ. ആലപ്പുഴയിലാണ് വീട്. ഞാൻ തിങ്ക് എറണാകുളം ബ്രാഞ്ചിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. NID എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 40th റാങ്ക് കിട്ടി. NID അഹമ്മദാബാദാണ് ക്യാമ്പസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിഹാൽ, നീ ഡിസൈനർ ആകണമെന്നുള്ളൊരു ഡ്രീം, അങ്ങനെ ഒരു പാഷൻ എപ്പോഴാണ് വരുന്നത്? ഞാനതൊരു +2 കഴിഞ്ഞിട്ട് NID പറ്റി തന്നെ അറിയുന്നത്. പിന്നെ അത്യാവശ്യം സ്കെച്ച് ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് നോക്കിയതാ. ആദ്യം ആനിമേഷൻ അങ്ങനെയുള്ള ഇതാ നോക്കിയത്. പിന്നെ NIDയിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കോഴ്സുകളുണ്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം അങ്ങനെ നോക്കി. ഓക്കെ, അപ്പോൾ നിഹാൽ NID എക്സാം മാത്രമാണോ എഴുതിയത്? ഞാൻ NIDയും നിഫ്റ്റും UCD അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, തിങ്കിനെ കുറിച്ച് എപ്പോഴാണ് അറിഞ്ഞത്? ഇപ്പോൾ ഒരു കോച്ചിങ് വേണമെന്ന് തോന്നിയ ഒരു സമയത്തായിരിക്കുമല്ലോ ശരിക്കും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അന്വേഷിക്കുന്നത്. അതെ, അപ്പോൾ എങ്ങനെയാണ് തിങ്കിലേക്ക് എത്തിയത്? ആ ജേണി ഒന്ന് പറയാമോ? ഞാനിങ്ങനെ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കി NIDയുടെ ഒക്കെ. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കോച്ചിങ് വേണം എന്നൊരു ഇത് തോന്നി. അങ്ങനെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോച്ചിങ്ങിനുള്ള നോക്കിയപ്പോൾ തിങ്ക് ആദ്യം കണ്ടത്. പിന്നെ അവിടെ തന്നെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ തിങ്കിലേക്ക് വന്നപ്പോൾ എന്താ തോന്നി? ഇപ്പം സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് വരികയാണ് തിങ്കിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു? തിങ്കിലേക്ക് സ്കൂൾ ടൈപ്പ് സാധാ ടിപ്പിക്കൽ കോച്ചിങ് എന്ന് പറയുന്നൊരു രീതിയിൽ തന്നെയാണ് ആദ്യം വന്നത്. പിന്നെ അവിടെ വന്ന് ഫസ്റ്റ് ക്ലാസ് തൊട്ട് തന്നെ ഭയങ്കര ഇന്ററാക്റ്റീവും ഫണ്ണും ആയിരുന്നു. നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് എല്ലാം ചെയ്തിട്ട് പോയത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. കൂടുതലായിട്ടെല്ലാം പറഞ്ഞു തരും എപ്പോൾ വേണമെങ്കിലും. പിന്നെ അവിടെ ഫുൾ ഫണ്ണാണ്. ഓക്കെ, ഫുൾ ഫണ്ടാണ്. അപ്പോൾ ഈ ക്ലാസ്സസ് അല്ലാതെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഈ പഠന സമയത്ത്? ക്ലാസ്സസ് അല്ലാതെ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഹാലോവിൻ സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, പിന്നെ അതേപോലെ ഇങ്ങനെ ആർട്ടോവ അങ്ങനെ ടൈപ്പ് പരിപാടികളിടും. അപ്പം നമുക്ക് ഗ്രൂപ്പായിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. കൂടുതൽ ഐഡിയാസ് പിന്നെയും കിട്ടും. ടീം വർക്ക് അങ്ങനെ കുറേ ഹെൽപ്ഫുള്ളായി. ഓക്കെ, അപ്പോൾ ഈ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണ് പഠനത്തെ സഹായിച്ചത്? സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പ്രോജക്റ്റ് തരും, ഓരോ ബ്രാഞ്ചിനായിട്ട് എന്തെങ്കിലും ഒരു തീം തന്നിട്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി റീസെർച്ച് നടത്തി ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യും. അതും ഭയങ്കര ഫണ്ണായിട്ട് തന്നെ ചെയ്യുന്നത്. എല്ലാവരും കൂടെ പിള്ളേരെല്ലാം ചേർന്ന് ഗ്രൂപ്പായിട്ട് മെറ്റീരിയൽ മാനിപ്പുലേഷൻ പഠിക്കും. എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാമെന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, മോഡൽസ് ഇൻസ്റ്റാളേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതും നല്ല. അപ്പോൾ ഈ സെലിബ്രേഷൻസ് പഠനം എല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എക്സാമിനോട് അടുത്തപ്പോൾ ഈ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ കൂടുതലും തിങ്കില് വർക്ക്ഷീറ്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസും തിങ്കിൽ ഇടുന്ന വർക്ക്ഷീറ്റ് തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ വെളിയിൽ നിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റീസ് പറയുന്നതനുസരിച്ച് ലൈവ് സ്കെച്ച് കുറച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മന്ത് ആയപ്പോൾ അത് കൂടുതൽ ചെയ്തു. അപ്പോൾ അത് ടൈം മാനേജ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എക്സാമിന് വന്നപ്പോൾ. അപ്പോൾ ലൈഫ് സ്കെച്ചിന് എവിടെയൊക്കെ പോയത്? പുറത്തൊക്കെ പോയിരുന്നോ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പുറത്തു പോകും ലൈവ് സ്കെച്ച് ചെയ്യാൻ. ടൈം വെച്ച് ചെയ്യും. അപ്പോൾ എക്സാം ഡേയെ പറ്റി എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ്? പ്രിലിംസിന് ഭയങ്കര പേടിയായിരുന്നു ആദ്യം പോയപ്പം. ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നമുക്ക് എല്ലാം തിങ്കിൽ ചെയ്ത ഒരു പാറ്റേണും എല്ലാം അതേപോലെ തന്നെ. അപ്പം അത് കൂളായിട്ട് തന്നെ ചെയ്ത്. പിന്നെ റിസൾട്ട് എങ്ങനെ വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഈസി ആയിട്ട് തോന്നിയ സബ്ജക്ട്സ് ഏതൊക്കെയായിരുന്നു? എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി GK, ലോഗോസ് അങ്ങനെയൊക്കെ പഠിക്കാനായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യുമ്പം എനിക്കത് ഭയങ്കര ക്രൈസുള്ള GK ടൈപ്പ്. ഓക്കെ, അപ്പോൾ ചലഞ്ചിങ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പഠനത്തിൽ? എനിക്ക് ചലഞ്ചിങ് സ്കെച്ചിങ് തന്നെ ആയിരുന്നു. അതായിരുന്നു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് ഡെയിലി സ്കെച്ചിങ് ചെയ്യുമായിരുന്നു. ഫാക്കൽറ്റീസ് പറയുന്നതനുസരിച്ച് ഡെയിലി സ്കെച്ചിങ് ചെയ്യും. അതേപോലെ ലൈവ് സ്കെച്ചിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്പീഡിനാണെങ്കിലും അതേപോലെ ലൈൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും എല്ലാം. ഓക്കെ, അപ്പോൾ എക്സാം ഡേയെ പറ്റി പറഞ്ഞു. ഇനി സ്റ്റുഡിയോ ടെസ്റ്റിനെ പറ്റി പറയാമോ? സ്റ്റുഡിയോ ടെസ്റ്റിന് അതേപോലെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പ്രിലിംസിൻ്റെ പോലെ ഭയങ്കര കൂളായിട്ടാണ് അറ്റൻഡ് ചെയ്തത്. എനിക്ക് പൊതുവെ ഈസി ആയിട്ടാണ് തോന്നിയത് സ്റ്റുഡിയോ ടെസ്റ്റ്. മോഡൽ മേക്കിംഗ് ആണെങ്കിലും എല്ലാം. പിന്നെ ഒരു പേപ്പർ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നി. പേഴ്സണാലിറ്റി ചെക്കിങ് പോലൊരു പേപ്പർ ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തു. എല്ലാം അറ്റൻഡ് ചെയ്തു. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളായിരുന്നു വന്നിട്ടുള്ളത്.
മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നത്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാരൻസിന്റെ റിയാക്ഷൻ, ഫ്രണ്ട്സിന്റെ റിയാക്ഷൻ, എന്ത് തോന്നി? റിസൾട്ട് വന്നത് ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലല്ല വന്നേ. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്നെ ഇങ്ങനെ ക്വാളിഫൈ ആവുമെന്ന്. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ആദ്യം വീട്ടിലെല്ലാവരോടും പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഹാപ്പിയായി, എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എന്താണ് ഒരു ഡ്രീം പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസൈൻ മേഖലയിൽ നിഹാലിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അംബിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്തായിരിക്കും? എനിക്ക് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഫീൽഡിലോട്ട് പോയിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്യാം. അപ്പോൾ പുതിയ ആസ്പിറൻസിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഡിസൈനിങ് ഫീൽഡ് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അവരോടൊക്കെ നിഹാലിന് എന്താണ് പറയാനുള്ളത്? എക്സാമിൻ്റെ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലൈഫ് സ്കെച്ചിങ് ആണ് കൂടുതലായിട്ടും. പിന്നെ അതേപോലെ ഒബ്സർവ് ചെയ്യുക എല്ലാം, എങ്ങനെ വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്ന ഇപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If not design, which field? ആർക്കിടെക്ചർ. Favorite drawing medium? പെൻസിൽ. Sketchbook or digital art? സ്കെച്ച് How do you overcome a creative block? ബുക്ക്. സ്ക്രിബ്ലിംഗ്. Best part at think? ഫൺ. അപ്പോൾ ഓക്കെ നിഹാൽ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.